Hi students. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസിന്റെ പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇൻഹെറിറ്റൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുകൂടെ ഒന്ന് ഓർക്കാം നമുക്ക്. പാരന്റ് ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും ചൈൽഡ് ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി പബ്ലിക് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ പാരന്റ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. അതുപോലെ പബ്ലിക് മോഡ് പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന കേസിൽ പാരന്റ് ക്ലാസിന്റെ പബ്ലിക് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിലെ പബ്ലിക് മെമ്പർ തന്നെയായിരിക്കും. ഓക്കെ, പാരന്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ചൈൽഡിലും നമുക്ക് അവൈലബിൾ ആവുന്നത്. ബട്ട് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് മോഡിലാണ് നമ്മൾ സബ് ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു. അതുപോലെ പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പാരന്റിന്റെ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു. ഇതെപ്പോഴും ഓർക്കുക. സോ ഇതായിരുന്നു നമ്മുടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ കേസ്. ഇത് 3 ലെവൽസ്, ഫസ്റ്റ് പാരന്റ് ക്ലാസ് എന്ന് നമ്മൾ ബിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ദെൻ ഡിറൈവ്ഡ് ക്ലാസ് ബി ആക്ട് ആസ് എ പാരന്റ് ഫോർ സബ് ക്ലാസ് സി. ഓക്കെ, 2 ഡിഫറെന്റ് ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്ര ലെവൽ വേണമെങ്കിലും അപ് ടു n നമ്പർ ഓഫ് ലെവൽസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കുക. ക്ലാസ് എ, ഇതിൽ ഞാൻ ഡാറ്റ മെമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ടൈപ്പിലുള്ള ഡാറ്റ മെമ്പേഴ്സും കൊടുത്തിരിക്കുകയാണ്. പ്രൈവറ്റ് എ എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ, ബൈ ഡിഫോൾട്ട് ഇത് പ്രൈവറ്റ് മെമ്പർ ഓഫ് ക്ലാസ് എ ആണ്, ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 10. ആൻഡ് പബ്ലിക് മെമ്പർ ഓഫ് ക്ലാസ് എ, അത് പബ്ലിക് എ എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ആണ്, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് യൂസിങ് 20 ആണ്. ദെൻ ഒരു പ്രൊട്ടക്റ്റഡ് മെമ്പർ കൂടെ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പ്രൊട്ടക്റ്റഡ് എ. ഓക്കെ, സോ അതിന്റെ വാല്യൂ 30 ആണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ ക്ലാസ് എയിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ക്ലാസ് ബി, which is inheriting from class A. സോ ഇവിടെ ഏത് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്? പബ്ലിക് മോഡിലാണ്. ഓക്കെ, സോ ക്ലാസ് ബിക്ക് അകത്ത് ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് മെമ്പർ പ്രൈവറ്റ് ബി ഉണ്ട് വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 40. ദെൻ ഇവിടെ നമുക്ക് ക്ലാസ് ബിയുടെ ഓൺ പ്രൊട്ടക്റ്റഡ് മെമ്പർ പ്രൊട്ടക്റ്റഡ് ബി ഉണ്ട് വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 50. അഗെയിൻ ക്ലാസിന്റെ ബിയുടെ ഓൺ പ്രോപ്പർട്ടി ആയിട്ടുള്ള പബ്ലിക് മെമ്പറും കൂടെ ഇവിടെയുണ്ട്, പബ്ലിക് ബി, ഇനീഷ്യലൈസിംഗ് വിത്ത് വാല്യൂ 60. ഓക്കെ, സോ ഞാൻ ക്ലാസ് സിനെ കൂടെ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ക്ലാസ് സി വിച്ച് ഇസ് ഇൻഹെറിറ്റിംഗ് ഫ്രം ക്ലാസ് ബി. ഇവിടെ ഏത് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്? പബ്ലിക് മോഡിലാണ്. ഓക്കെ, പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഓൾറെഡി സി ക്ലാസിന്റെ ഓൺ മെമ്പർ ആയിട്ട് ഒരു പ്രൈവറ്റ് മെമ്പറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പ്രൈവറ്റ് സി വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 70. ഇവിടെ വേറെ ഒരു പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ഞാൻ അഗെയിൻ പബ്ലിക് സെക്ഷനിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ, മെമ്പർ ഫംഗ്ഷൻ ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്യുകയാണ്. സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ഉള്ളത്. ഇവിടെ ഡിഫറെന്റ് മെമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എ, പ്രൊട്ടക്റ്റഡ് എ, പബ്ലിക് ബി, പ്രൊട്ടക്റ്റഡ് ബി, പ്രൈവറ്റ് സി, അങ്ങനെ ഡിഫറെന്റ് മെമ്പർ വാല്യൂസ്, ഡാറ്റ മെമ്പർ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ, അത് ക്ലാസ് സിയുടെ പബ്ലിക് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ സി ക്ലാസ്സിന്, അതായത് ഫൈനൽ ഡിറൈവ്ഡ് ക്ലാസ് സിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സി ഡോട്ട് ഡിസ്പ്ലേ, ഒബ്ജക്ട് ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ വാല്യൂസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യൂ, ഇതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കുക, ഇതായിരുന്നു നമ്മുടെ ക്ലാസ് എ, ദ ഫസ്റ്റ് സൂപ്പർ ക്ലാസ്. ക്ലാസ് എന്ന് ക്ലാസ് ബിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാണ്. ആൻഡ് ഇൻഹെറിറ്റിംഗ് ഇൻ പബ്ലിക് മോഡ്, പബ്ലിക് മോഡിലാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു നമ്മൾ ഓർക്കേണ്ടത്? പാരന്റ് ക്ലാസിന്റെ സൂപ്പർ ക്ലാസിന്റെ പബ്ലിക് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിൽ സബ് ക്ലാസ്സിലും പബ്ലിക് തന്നെയായിരിക്കും.
പാരന്റ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഒരു മോഡിലും ചൈൽഡ് ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഇവിടെ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടും. പ്രൈവറ്റ് എ എന്ന് പറഞ്ഞ ഒരു മെമ്പറിനെ ഇവിടെ തന്നെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഡിഫറെന്റ് ലെവൽസിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് പബ്ലിക് മോഡിലായതുകൊണ്ട് എന്ത് ചെയ്യും? പബ്ലിക് എ നമ്മുടെ ചൈൽഡ് ക്ലാസിന്റെ പബ്ലിക് സെക്ഷനിലോട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ഓഫ് പാരന്റ് നമ്മുടെ ചൈൽഡ് ക്ലാസ്സിലും പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിട്ട് തന്നെ വരും. ഓക്കെ, സോ ഇൻ എഫക്ട് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് ബിയുടെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോഴും ഒരു പ്രൈവറ്റ് മെമ്പർ ഉണ്ട്, പ്രൈവറ്റ് ബി വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 40. ആൻഡ് വാട്ട് ആർ ദ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ്? Protected members of B now, protected B with initializing value 50 and that one inherited member protected A with initializing value 30. Similarly, നമുക്ക് പബ്ലിക് സെക്ഷനിൽ ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നത്, ഏതൊക്കെ മെമ്പേഴ്സ് ആണ് വരുന്നത്? Its own member public B with initializing value 60, then inherited member public A with initializing value 20. ഓക്കെ, സോ ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്ലാസ് സിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ക്ലാസ് ബിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു ആഫ്റ്റർ ദിസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ഇതിന്റെ ഓൺ പ്രോപ്പർട്ടി പ്രൈവറ്റ് മെമ്പർ പ്രൈവറ്റ് സി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ക്ലാസ് ബിയിൽ ആരൊക്കെയാണ് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത്? പബ്ലിക് മോഡിൽ തന്നെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഒക്കെ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ഇൻഹെറിറ്റ് ചെയ്യും. ഇവിടുത്തെ പബ്ലിക് മെമ്പേഴ്സ് ഒക്കെ ഇവിടെ പബ്ലിക് മെമ്പേഴ്സ് ആയിട്ട് തന്നെ ഇൻഹെറിറ്റ് ചെയ്യും. സോ നമ്മൾ പ്രീവിയസ്ലി ഇവിടെ ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് ഇൻ എഫക്ട് നമുക്ക് ഇവിടെ 2 പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ കൂടെ കിട്ടുകയാണ്. ദീസ് 2 പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഇൻഹെറിറ്റഡ് ടു ദിസ് ചൈൽഡ് ക്ലാസ് സി നൗ. ഓക്കെ, അതുപോലെ പബ്ലിക് മെമ്പേഴ്സും നമുക്ക് ഇവിടെ ഓൾറെഡി നോക്കുക, നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോഴും പബ്ലിക് സെക്ഷനിൽ ഒരു ഡാറ്റ മെമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല, മെമ്പർ ഫംഗ്ഷൻ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. സോ ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് ദീസ് 2 പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ക്ലാസ് ബി നമുക്ക് എവിടെയും കൂടെ അവൈലബിൾ ആവും, നമ്മുടെ ചൈൽഡ് ക്ലാസ് സിയിലും കൂടെ അവൈലബിൾ ആവും. ഓക്കെ, സോ നൗ ഏതൊക്കെയാണ് നമ്മുടെ ക്ലാസ് സിയുടെ ഡാറ്റ മെമ്പേഴ്സ്? പ്രൈവറ്റ് സി ഉണ്ട്, then protected section protected protected A with initializing value 30, protected B with value 50. അതുപോലെ public members ആയിട്ട് public A and public B അവൈലബിൾ ആണ്. സോ നമുക്ക് public A നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസ് സിയുടെ മെമ്പർ ഫംഗ്ഷൻ ആണ്. ഇതേ ക്ലാസിന്റെ ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഇത്രയും ഡാറ്റാസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഈ വാല്യൂസിനൊക്കെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും while calling this object.display function. ഓക്കെ, സോ ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ക്രീനിൽ എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും വൺ ആഫ്റ്റർ അനദർ എക്സിക്യൂട്ട് ചെയ്യും. സോ എല്ലാ വാല്യൂസും പബ്ലിക് എ കറസ്പോണ്ടിങ് ആയിട്ട് 20 ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രൊട്ടക്റ്റഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 30 ഡിസ്പ്ലേ ചെയ്യുന്നു, പബ്ലിക് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 60 ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രൊട്ടക്റ്റഡ് ബിക്ക് കറസ്പോണ്ടിങ് 50 ഡിസ്പ്ലേ ചെയ്യുന്നു, ദെൻ ഫൈനലി പ്രൈവറ്റ് സിക്ക് കറസ്പോണ്ടിങ് 70 ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സ്ലാഷ് എല്ലിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻഡ് ഓഫ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ലൈൻ ക്യാരക്ടർ ആയിട്ട് സ്ലാഷ് എൻ യൂസ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് എൻഡ് എൽ എന്ന് യൂസ് ചെയ്യുന്നത്. സ്ലാഷ് എൻ ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്സിനകത്ത് കൊടുക്കണം, എൻഡ് എൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ കോട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട, ഡയറക്റ്റ് കൊടുത്തിരുന്നാൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്കിതിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ലെവൽസ് നമ്മൾ പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന കേസ്. സെയിം കേസസ് ഒക്കെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ക്ലാസ് എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ബി പബ്ലിക് മോഡിൽ എനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ ക്ലാസ് സി അഗെയിൻ പബ്ലിക് മോഡിൽ ഡിറൈവ്ഡ് ക്ലാസ് ബിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. 20, 30, 60, 50, 70
എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും ഇവിടെ. ഓക്കെ, എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിനി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. സോ നെക്സ്റ്റ് കേസ് കാണിച്ചിരിക്കുന്നത് സെയിം മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ്. ക്ലാസ് ബി ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം എ ഇൻ പ്രൊട്ടക്റ്റഡ് മോഡ്. പ്രൊട്ടക്റ്റഡ് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ദെൻ ക്ലാസ് സിനെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഇൻഹെറിറ്റിംഗ് ഫ്രം പാരന്റ് ബി ഇൻ പബ്ലിക് മോഡ്. ഓക്കെ അല്ലേ? പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് മെമ്പേഴ്സ് വരുന്നത്? നമ്മുടെ പാരന്റ് ക്ലാസിന്റെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിൽ പ്രൊട്ടക്റ്റഡ് സെക്ഷനിലോട്ടാണ് വരിക. റൈറ്റ്? സോ നമ്മുടെ ഇവിടെ എന്താണ് വരിക? ഇവിടെയുള്ള പബ്ലിക് എയും ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് എയും നമ്മുടെ ചൈൽഡ് ക്ലാസ് ബിക്കകത്ത് പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിട്ടാണ് വരിക. ഇൻഹെറിറ്റ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിട്ടാണ് ഇവിടെ വരുന്നത്. കറക്റ്റ് അല്ലേ? സോ ഇനി ക്ലാസ് സിനെ പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടുത്തെ പബ്ലിക് മെമ്പേഴ്സ് ചൈൽഡിലും പബ്ലിക് തന്നെയായി മാറും. ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡിലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സോ ഈ പബ്ലിക് മെമ്പർ 60 ഇവിടെ പബ്ലിക് ആയിട്ട് തന്നെ വരും. ഇവിടുത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരും. കണ്ടോ? ഇവിടെ ബിനെ പ്രൊട്ടക്റ്റഡ് മോഡ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എയിൽ നിന്ന് പാരന്റ് ക്ലാസ് എയിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സി പാരന്റ് ക്ലാസ് ബിയിലെ പബ്ലിക് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിഫറൻസ് മനസ്സിലായോ? പ്രൊട്ടക്റ്റഡ് മോഡിലാണെങ്കിൽ പാരന്റ് ക്ലാസിന്റെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് സെക്ഷനിലോട്ടാണ് വരുന്നത്. പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പാരന്റിന്റെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡിലും പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് തന്നെയായിരിക്കും. പാരന്റിന്റെ പബ്ലിക് മെമ്പർ ചൈൽഡിനും പബ്ലിക് തന്നെയായിരിക്കും. ഓക്കെ, സോ ഇത്രയും മെമ്പേഴ്സ് നമുക്ക് ഇപ്പോഴേ ക്ലാസ് സി ഫൈനൽ സബ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ഡിസ്പ്ലേ ഫംഗ്ഷൻ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും? പബ്ലിക് എ ഇവിടെ സിയുടെ മെമ്പർ ആണ്. സോ ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പ്രൊട്ടക്റ്റഡ് ഡി എ ഇതും ഇവിടെ മെമ്പർ ആണ്. സോ ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റും വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. പബ്ലിക് ബി ഇവിടെ അവൈലബിൾ ആണ് ആസ് എ മെമ്പർ. സോ ഈ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും, എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പ്രൊട്ടക്റ്റഡ് ബി ഇവിടെ മെമ്പർ ആണ്. സോ ഇതും വർക്ക് ചെയ്യുന്നു. ദെൻ പ്രൈവറ്റ് സി ക്ലാസിന്റെ ഓൺ പ്രോപ്പർട്ടി ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സി ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ വാല്യൂസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതും. സോ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താണ്? എല്ലാ വാല്യൂസിനെയും ഇവിടെ പ്രോപ്പർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. സെയിം പ്രോഗ്രാമിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണ് വരുന്നത്? ക്ലാസ് എനെ നമ്മൾ പ്രൊട്ടക്റ്റഡ് മോഡിലാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ പബ്ലിക് മോഡിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇവിടെയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒരു സ്റ്റേറ്റ്മെന്റും എറർ കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. എല്ലാം തന്നെ എറർ ഫ്രീ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ്. 5 വാല്യൂസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പോവാണ്? ബി ക്ലാസ് എനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് മോഡിലാണ്. അതുപോലെ സി ക്ലാസ് ബിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് പബ്ലിക് മോഡിലാണ്. സോ പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? പാരന്റ് ക്ലാസിന്റെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ചൈൽഡ് ക്ലാസ്സിലെ പ്രൈവറ്റ് സെക്ഷനിലോട്ടാണ് വരുന്നത്. കറക്റ്റ് അല്ലേ? സോ ആഫ്റ്റർ ദിസ് ഇൻഹെറിറ്റൻസ് ക്ലാസ് സി പബ്ലിക്കലി ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്? പബ്ലിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരന്റ് ക്ലാസ്, ഇവിടെ പാരന്റ് എന്ന് പറയുന്നത് ക്ലാസ് ബി ആണ്. ക്ലാസ് ബിയുടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ആണ് നമ്മുടെ ചൈൽഡ് ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് ആൻഡ്
പബ്ലിക് മെമ്പർ ആയിട്ട് മാറുന്നത്. സോ ക്ലാസ് എയുടെ മെമ്പേഴ്സ് ഇവിടെ പ്രൈവറ്റ് സെക്ഷൻ ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ മെമ്പേഴ്സിനെ നമുക്ക് ഫർദർ ക്ലാസ് സിയിലോട്ട് ഇപ്പോഴും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പ്രൈവറ്റ് മോഡൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. പ്രൈവറ്റ് മോഡൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പാരന്റിന്റെ പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഇവിടെ പ്രൈവറ്റ് സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. സോ ഈ മെമ്പേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് ഇവിടെ ബ്ലോക്ക് ചെയ്യാണ്. സോ ഈ മെമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൈൽഡിലോട്ട് പാസ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ബിനെ പാസ് ചെയ്യുന്നു, അതുപോലെ പബ്ലിക് മെമ്പർ ആയിട്ട് പബ്ലിക് ബിനെ കൂടെ പാസ് ചെയ്യുന്നു. സോ ഇവിടെ സി ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ നോക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വാലിഡ് ആണോ? സി ഔട്ട് പബ്ലിക് എ. ആഫ്റ്റർ ഇൻഹെറിറ്റൻസ് നമ്മുടെ ചൈൽഡ് ക്ലാസ് സിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ മെമ്പർ പ്രൈവറ്റ് സി വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 70 ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പർ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ബി ഉണ്ട് വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 50 ആൻഡ് പബ്ലിക് മെമ്പർ ആയിട്ട് പബ്ലിക് ബി വിത്ത് ഇനീഷ്യലൈസിംഗ് വാല്യൂ 60. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പബ്ലിക് എ എന്ന് പറയുന്നത് സി ക്ലാസിന്റെ മെമ്പർ അല്ല, ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ല ഇവിടെ പബ്ലിക് എനെ. സോ ഫസ്റ്റ് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൻ ഇൻവാലിഡ് എറർ കണ്ടീഷൻ ആണ്. മെമ്പർ അല്ലാത്ത ഒരു കാര്യത്തിനെ നമുക്ക് മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഒരു മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മുടെ ഈ ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആയിരിക്കും, ഡാറ്റ മെമ്പേഴ്സിനെയാണ്. ഓക്കെ, സോ പബ്ലിക് എ ഇവിടെ മെമ്പർ അല്ല, ക്ലാസ് സിയുടെ മെമ്പർ അല്ല. സോ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു എറർ കേസ് ആയിട്ടാണ് വരിക. അതുപോലെ പ്രൊട്ടക്റ്റഡ് എയും നമ്മുടെ ക്ലാസ് സിയില് ഇൻഹെറിറ്റഡ് മെമ്പർ അല്ല. സോ ഇത് അഗെയിൻ എറർ കേസ് ആണ്. സോ നെക്സ്റ്റ് സി ഔട്ട് നോക്കുക, പബ്ലിക് ബി ഇവിടെ മെമ്പർ ആണ്. സോ ഇത് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ പ്രൊട്ടക്റ്റഡ് ബി മെമ്പർ ആണ്, ഡിസ്പ്ലേ ചെയ്യുന്നു. പ്രൈവറ്റ് സി മെമ്പർ ആണ്, അതിനെയും ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സോ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ സിനെ പബ്ലിക് ആയിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാണ്. സിയില് ബി ക്ലാസ്സിനെ പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാണ്. സോ എല്ലാ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്സും ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് an എറർ കണ്ടീഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞല്ലോ. സോ ഇതിനെ കമന്റ് ചെയ്യാണ്. Again, second statement indicate error condition because this protected A is not a member of class C. Now, ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, റിമൈനിങ് 3 സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് കേസും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സി ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ഡിസ്പ്ലേ അത് യൂസ് ചെയ്യുന്നത് സി ക്ലാസിന്റെ ഡാറ്റ മെമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പബ്ലിക് എ ആൻഡ് പ്രൊട്ടക്റ്റഡ് എ സി ക്ലാസിന്റെ മെമ്പർ ആയിട്ടില്ല, നമുക്ക് ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് റീസൺ? നമ്മുടെ എ ക്ലാസിനെ ബിയിലോട്ട് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് മോഡിലാണ്. സോ എ ക്ലാസിന്റെ മെമ്പേഴ്സ് ഒക്കെ പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ് ബിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫർദർ നമുക്ക് ബിന്ന് ഈ മെമ്പേഴ്സിനെ നെക്സ്റ്റ് ലെവലിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പബ്ലിക് എ ആൻഡ് പ്രൊട്ടക്റ്റഡ് എ ക്ലാസ് സിയിൽ അവൈലബിൾ ആവാത്തത്. ഓക്കെ, ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ കേസ്. ഓക്കെ.